കർത്താവ് മാർത്തയുടെ കണ്ണുകളിൽ കൂടിയല്ല മറിയത്തെ കാണുന്നത്. ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ തത്രപ്പെടുന്നത്, ബന്ധപ്പെടുന്നത് എങ്കിൽ കർത്താവ് പറഞ്ഞ ആ ഒരു വാക്യം നിങ്ങളെ ഞാൻ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അത്യുന്നതന്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അത്യുന്നതൻ ജഡം ധരിച്ചെത്തിയ നസറേന യേശുവിന്റെ സത്യ ഏകദൈവത്തിന്റെ നാമത്തിന് എന്നും എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. പൊട്ടും നസ്രാണിയും ഒട്ടും ചേരാത്ത രണ്ട് കാര്യങ്ങളാണ്. നസ്രാണി സ്ത്രീകൾ പൊട്ട് തൊടരുതെന്നാണ് പ്രമാണം. പഴയ പ്രമാണമോ പുതിയ പ്രമാണമോ? പഴയ പ്രമാണമെന്നോ പുതിയ പ്രമാണമെന്നോ എന്നല്ല ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. യഹോവയുടെ പരമപ്രധാന്യമുള്ള നിയമമാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിങ്ങൾക്ക് ഉണ്ടാകരുത്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിങ്ങൾക്ക് ഉണ്ടാകരുത്. ഇതുകൊണ്ട് തന്നെ മറ്റൊരു ദൈവത്തിൻ്റെയോ മറ്റൊരു മതത്തിൻ്റെയോ ഒക്കെ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും വിശ്വാസങ്ങളും അനുശാസിക്കുന്നത് അല്ലെങ്കിൽ അത് പ്രവർത്തിക്കുന്നത്, ആ വിശ്വാസത്തോടു കൂടി അത് പ്രവർത്തിക്കുന്നത് തെറ്റാണെന്നുള്ളത് ഇതിൽ അടങ്ങിയിട്ടുള്ള വലിയൊരു സത്യം തന്നെയാണ്, അല്ലെങ്കിൽ ഇതൊരു ലോ തന്നെയാണ്. മറ്റൊരു ജാതിയുടെ അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ അനുഷ്ഠാനമോ ആചാരമോ ഒക്കെ പ്രകാരമുള്ള ഒരു പ്രവൃത്തി ആയതുകൊണ്ട് തന്നെ പൊട്ട് ധരിക്കരുതെന്ന് എന്നുള്ള ഈ ഒരു അൺറിട്ടൺ റൂൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കാലാകാലങ്ങളായിട്ട് പലരും പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു, പലരും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ട കാര്യമാണ്, യഹോവ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നതാണെന്നുള്ളത് ഈ പുസ്തകത്തിൽ ഉടനീളം പറഞ്ഞിട്ടുണ്ട്. ഈ പൊട്ട് ധരിക്കുന്ന ആൾക്കാർക്ക് ഇത് മറ്റൊരു സഭയുടെ ആചാരപ്രകാരം അല്ലെങ്കിൽ അനുഷ്ഠാന പ്രകാരമേ പൊട്ട് നീ ഇവിടെ ഇരിക്കുക എന്നുള്ളതായിരിക്കത്തില്ലായിരിക്കും. അവർക്കിത് വെറും അലങ്കാരമാണെന്നുള്ളത് ധരിക്കുന്നവർക്കും അറിയാം. അവരുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന നമ്മുടെ പ്രവർത്തികളുടെയൊക്കെ ഉദ്ദേശം നന്നായിട്ട് ശോധന ചെയ്യുന്ന യഹോവയ്ക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. ചുറ്റുമുള്ളവർ കാണുന്നത് മറ്റൊരു സഭയുടെ അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ അനുഷ്ഠാനം അനുഷ്ഠിക്കുന്നതായിരിക്കും. ഇത് വെറും ഒരു അലങ്കാരമാണെന്നും ഈ പ്രവൃത്തിയുടെ പിന്നിൽ ഒരു അനുഷ്ഠാനവും ഒരു ആചാരവും ഒരു വിശ്വാസവും ഇല്ല എന്നുള്ളതും എൻ്റെ കർത്താവിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ മുമ്പിൽ റൈറ്റ് സ്റ്റാൻഡിങ് ഉണ്ട് എന്നുള്ളത് നന്നായിട്ട് എനിക്കറിയാം. പൊട്ട് ഇടാതെയോ തലയിൽ തുണിയോ മൂടുപടമോ ഒക്കെ ഇട്ടോ, ചടച്ച വസ്ത്രം ധരിച്ചോ, ശുഭ്രവസ്ത്രം ധരിച്ചോ, നഖം വളർത്താതെയോ, നഖത്തിൽ നെയിൽ പോളിഷ് ഇടാതെയോ ഇങ്ങനെയൊക്കെ പോകുന്ന ഒരുപാട് ബാഹ്യമായ കാര്യങ്ങളിൽ കൂടി, ബാഹ്യമായ പ്രവൃത്തികളിൽ കൂടി കർത്താവിനെ പ്രീതിപ്പെടുത്താൻ കഴിയുമെന്നുള്ളത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് കർത്താവിൻ്റെ ഒരു വചനം ഇന്ന് നിങ്ങളോട് പറയാനുണ്ട്. കർത്താവിൻ്റെ വചനം പറയാതെ മെസ്സേജിന് ഒരിക്കലും പൂർണ്ണത വരത്തില്ല. വേർഡ്സ് ഓഫ് വിസ്ഡം. മാർത്ത മാർത്ത, നീ പല കാര്യങ്ങളെക്കുറിച്ച് വിചാരിച്ച് കലങ്ങിയിരിക്കുന്നു, മറിയയോ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. കർത്താവ് പറയുന്നുണ്ട്, അല്പം മാത്രമേ വേണ്ടൂ, ഒന്നേ വേണ്ടൂ, മറിയയോ അത് തിരഞ്ഞെടുത്തിരിക്കുന്നു. കർത്താവിനെ മറ്റൊരു തരത്തിൽ കൂടി പ്രീതിപ്പെടുത്താനാണ് മാർത്ത ഉദ്ദേശിച്ചത്. മാർത്തയുടെ ഇൻറ്റൻഷൻ റൈറ്റ് ആയിരുന്നു, മാർത്തയുടെ ഉദ്ദേശം വളരെ നല്ലത് തന്നെയായിരുന്നു. പക്ഷെ മാർത്ത തിരഞ്ഞെടുത്ത മാർഗം അത് തെറ്റായിരുന്നു. മാർത്ത ഉദ്ദേശിച്ചത് കർത്താവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി തന്നെയാണ്. പക്ഷെ മാർത്ത സ്വീകരിച്ച മാർഗം കർത്താവിന് ഒട്ടും പ്രീതി വരുന്നതല്ലായിരുന്നു. ഇത് മാത്രമല്ല, മാർത്ത മറിയെക്കുറിച്ച് കർത്താവിനോട് കുറ്റം പറയുന്നുമുണ്ട്. കർത്താവെ, നീ കാണുന്നില്ലയോ, മറിയ എന്നെ സഹായിക്കാതെ ഇവിടെ വന്ന് വെറുതെ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞു. മാർത്തയുടെ കണ്ണുകളിൽ മറിയ കുറ്റമാണ് ചെയ്തത്. മറിയ ചെയ്തത് ശരിയായിട്ടുള്ള കാര്യമല്ലായിരുന്നു. പക്ഷേ മാർത്തയുടെ കുറ്റാരോപണമൊന്നും കർത്താവിനെ ബാധിക്കുന്നതേയില്ല. കർത്താവ് മാർത്തയുടെ കണ്ണുകളിൽ കൂടിയല്ല മറിയത്തെ കാണുന്നത്, അല്ലെങ്കിൽ മറിയത്തെ ജഡ്ജ് ചെയ്യുന്നത്. കർത്താവ് ജഡ്ജ് ചെയ്യുന്നത് ഹൃദയത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഓരോ ആക്ഷൻസിൻ്റെയും പിറകിലുള്ള ഉദ്ദേശം കണ്ട് നമ്മുടെ ഹൃദയത്തെ കാണുന്നവനാണ് കർത്താവ് എന്നുള്ളതാണ് ഈ ഒരു വേദഭാഗത്തിൽ കൂടി കർത്താവ് കാണുന്നത്. കർത്താവ് മറിയത്തെ സർട്ടിഫൈ ചെയ്യുകയാണ്, മാർത്ത നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. ഈ ലോകത്തിൻ്റെ കണ്ണുകളിൽ കൂടി നോക്കുമ്പോൾ ചിലപ്പോൾ പല കാര്യങ്ങളും തെറ്റാണെന്ന് തോന്നും. പക്ഷേ ഹൃദയത്തിൻ്റെ ഇൻറ്റൻഷൻസ് അറിയുന്നവൻ അവൻ ജഡ്ജ് ചെയ്യുമ്പോൾ പലപ്പോഴും റോങ് സ്റ്റാൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ റൈറ്റ് സ്റ്റാൻഡിങ് ആയിട്ട് തീരുന്നു. എല്ലാവരും ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട, എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്, ദ ലോർഡ് ഈസ് എ റൈച്ചസ് ജഡ്ജ്. കർത്താവ് നീതിയുള്ള ന്യായാധിപതിയാകുന്നു. കർത്താവ് ഹൃദയങ്ങളെയും ഹൃദയത്തിൻ്റെ ഉദ്ദേശങ്ങളെയും ഒക്കെ ശോധന ചെയ്താണ് പലപ്പോഴും ജഡ്ജ്മെൻറ്റ് നടത്താറുള്ളത്. മറിയത്തെ സർട്ടിഫൈ ചെയ്ത് കർത്താവ് അവിടെ കാണിക്കുകയായിരുന്നു, ദ ലോർഡ് ഈസ് എ റൈച്ചസ്
ജഡ്ജ്. ബൈബിളിലുടനീളം ഈ സത്യത്തെ വെളിപ്പെടുത്തുന്ന ഒരുപാട് സ്ക്രിപ്റ്റേഴ്സ് ഉണ്ട്. ഇത് തന്നെയാണ് ചുങ്കക്കാരൻ്റെയും പരീശൻ്റെയും പ്രാർത്ഥനകളുടെ വിശ്വാസം കാണിച്ചതെന്ന് കർത്താവ് പറയുന്നത്. ഞാൻ ഈ ചുങ്കക്കാരനെ പോലെ അല്ലാത്തത് കൊണ്ട്, ഞാൻ വലിയ കേമനായതുകൊണ്ട് ഞാൻ നിനക്ക് വലിയ പ്രിയപ്പെട്ടവനാണല്ലോ, അല്ലെങ്കിൽ ഞാൻ എല്ലാം ക്രമപ്രകാരം ചെയ്യുന്നത് കൊണ്ട് ഞാൻ വലിയ ആളാണല്ലോ, ഞാൻ നിനക്ക് വലിയ പ്രിയപ്പെട്ടവനാണല്ലോ എന്നുള്ള പ്രാർത്ഥന തള്ളിക്കളഞ്ഞ് ചുങ്കക്കാരൻ്റെ അവൻ്റെ ഹൃദയം കണ്ട കർത്താവിനെ നിങ്ങൾ ഓർക്കുക. ദ ലോർഡ് ഈസ് എ റൈച്ചസ് ജഡ്ജ്. ദ ലോർഡ് ഈസ് എ റൈച്ചസ് ജഡ്ജ്. കർത്താവ് നീതിയുള്ള ന്യായാധിപതിയാവുന്നു. പാപിനിയായ സ്ത്രീ തൻ്റെ വിലയേറിയ പരിമള തൈലം കൊണ്ടുവന്ന് കർത്താവിനെ അഭിഷേകം ചെയ്ത് അവളുടെ കണ്ണുനീര് കൊണ്ട് അവൻ്റെ കാലിനെ കഴുകി അവളുടെ തലമുടി കൊണ്ട് തൻ്റെ പാദം തുടച്ച് നീക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ ആ വീടിൻ്റെ ഉടമയായ പരീശൻ ചിന്തിക്കുകയാണ്, കർത്താവ് എന്തുകൊണ്ട് ഈ പാപിനിയായ സ്ത്രീയെ കൊണ്ട് തന്നെ സ്പർശിക്കാൻ അനുവദിക്കുന്നു? ഈ ചിന്ത മനസ്സിലാക്കിയ കർത്താവ് ആ പരീശനോട് പറയുകയാണ്, ശിമയോനെ, നീ ഇവള് ചെയ്ത പ്രവൃത്തി കാണുക. നീ എനിക്ക് അഭിഷേകം ചെയ്തില്ല, നീ എൻ്റെ കാല് കഴുകിയില്ല, പക്ഷെ ഇവള് ഇതൊക്കെ ചെയ്തത് നീ കണ്ടോ? തൻ്റെ പാപങ്ങൾ പോക്കാൻ കഴിവുള്ള ഈ ദൈവമാണ്, അവരുടെ മെസ്സായയാണ് അവളുടെ മുമ്പിലിരിക്കുന്നത് എന്നുള്ള ആ ഒരു നല്ല തിരിച്ചറിവ് വന്ന ആ ഒരു സ്ത്രീയെ കർത്താവ് സർട്ടിഫൈ ചെയ്യുകയാണ്. ലുക്ക് അറ്റ് ഹർ, വാട്ട് ഷി ഹാസ് ഡൺ. കർത്താവ് നീതിയുള്ള ന്യായാധിപതിയാവുന്നു. ദ ലോർഡ് ഈസ് എ റൈച്ചസ് ജഡ്ജ്. പാപിനിയായ സ്ത്രീയുടെ ഹൃദയം യേശു കണ്ടു. അവളുടെ ഹൃദയം അവൻ ജഡ്ജ് ചെയ്തു. തൻ്റെ പാപങ്ങൾ പോക്കാൻ കഴിയുന്നവനാണ് ഈ തൻ്റെ മുമ്പിലിരിക്കുന്ന ദൈവം എന്ന് മനസ്സിലാക്കി അവൾ വന്ന് അവനെ ആരാധിക്കുകയാണ്. അവൾ വന്ന് തൻ്റെ പാപങ്ങൾ അവൻ്റെ കാലിൻ്റെ ചുവട്ടിൽ വന്ന് കഴുകിക്കളയുകയാണ്. കർത്താവ് ഹൃദയത്തിൻ്റെ ഉദ്ദേശത്തെ ജഡ്ജ് ചെയ്യുന്നവനാണ്. ലോകത്തിന്റെ മുമ്പിൽ അവൾ പാപിയായിരുന്ന സ്ത്രീയായിരുന്നു, പക്ഷെ കർത്താവ് അവളെ സർട്ടിഫൈ ചെയ്യിക്കുകയാണ്. നീ കണ്ടോ അവള് ചെയ്തത്? കർത്താവ് മുമ്പന്മാരെ പിമ്പന്മാരും പിമ്പന്മാരെ മുമ്പന്മാരും ആക്കും എന്ന് പറയുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. കർത്താവ് ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നവനാണ്. കർത്താവ് ഹൃദയത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ആക്ഷൻസിൻ്റെ ഉദ്ദേശത്തെ ശോധന ചെയ്യുന്നതാണ്. ഇത് തന്നെയാണ് 1 ശമൂവേൽ 16-ാമത്തെ അധ്യായമാണെന്ന് തോന്നുന്നു. ദാവീദിനെ വാഴിക്കാൻ വേണ്ടി ശമൂവേലിനെ ദാവീദിൻ്റെ വീട്ടിലേക്ക് വിടുന്ന ആ ഒരു സന്ദർഭത്തിൽ ദാവീദിൻ്റെ സഹോദരങ്ങളായ മല്ലന്മാരെയൊക്കെ കാണുമ്പോൾ ശമൂവേലിന് തോന്നുന്നുണ്ട്, ഇവരായിരിക്കും യഹോവ വാഴിക്കാൻ വേണ്ടി വരുന്നതെന്ന്. അപ്പോൾ യഹോവ പറയുന്ന വളരെ മഹത്വമേറിയ ഒരു വാക്യമുണ്ട്. മനുഷ്യൻ വിധിക്കുന്നത് പോലെയല്ല യഹോവ വിധിക്കുന്നത്. മനുഷ്യൻ കണ്ണുകൊണ്ട് കാണുന്നത് വിധിക്കുന്നു, പക്ഷേ യഹോവ ഹൃദയങ്ങളെയും മനസ്സുകളെയും ശോധന ചെയ്യുന്നു എന്നുള്ളത്. ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. പലപ്പോഴും കല്ലെറിയാനുള്ള ഒരു പ്രവണത നമ്മൾക്ക് ഏറ്റവും കൂടുതലാണ്. നസ്രാണികൾ പൊട്ട് തൊടരുത് എന്നുള്ള ഈ ഒരു കാര്യം കാലാകാലങ്ങളായിട്ട് നിലനിൽക്കുന്നതാണ്. ഇതൊന്നും മാറ്റണമെന്നോ ഇങ്ങനെയൊന്നും പറയണമെന്നോ ഒന്നുമല്ല ഞാനിന്ന് പറഞ്ഞു വന്നത്. മുമ്പേ പോയവരെന്തോ പറഞ്ഞു, അതുകൊണ്ട് പിമ്പേ പോയതെല്ലാം ഏറ്റു പറഞ്ഞു എന്നുള്ള ഇത്തരം ഒരുപാട് കാര്യങ്ങളുണ്ട്, പലരും ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ. ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ തത്രപ്പെടുന്നത്, ബന്ധപ്പെടുന്നതെങ്കിൽ കർത്താവ് പറഞ്ഞ ആ ഒരു വാക്യം നിങ്ങളെ ഞാൻ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. മാർത്ത, നീ പല കാര്യങ്ങളെക്കുറിച്ച് വ്യഗ്രതപ്പെട്ട് ഓടുന്നു, പക്ഷെ മറിയോ അവൾ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. കർത്താവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഇത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ ബാഹ്യമായ ഇത്തരം ആക്ഷൻസ് കൊണ്ടൊന്നും ഒരു പ്രയോജനമില്ലെന്നുള്ളത് മനസ്സിലാക്കുക. കർത്താവ് ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നവനാണ്. കർത്താവിന് അറിയാം നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന്. കല്ലെടുക്കുന്നതിന് മുമ്പേ ഒരു പ്രാവശ്യം ചിന്തിക്കുക. നസ്രാണികൾ പൊട്ട് തൊടരുതെന്നാണ് പ്രമാണം. നിങ്ങൾ ആരും പൊട്ട് തൊടരുത്. പക്ഷേ ഈ പൊട്ട് തൊടാതിരുന്നത് കൊണ്ട് നിങ്ങൾക്ക് കർത്താവിൻ്റെ പ്രീതി നേടുമെന്ന് നിങ്ങൾ കരുതുന്നെങ്കിൽ തെറ്റാണ്. ബാഹ്യമായ ഇത്തരം ആക്ഷൻസ് കൊണ്ടൊന്നും കർത്താവ് പ്രീതിപ്പെടാൻ പോകുന്നില്ല. കർത്താവിന് പ്രീതി ഉളവാക്കുന്നത് മറ്റു ചില കാര്യങ്ങളാണ്. അതിനെക്കുറിച്ച് അറിയാൻ, അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെങ്കിൽ fall in love with the word of God, as I always say. And when you fall in love with the word of God, you will surely fall in love with Jesus. Fall in love with Jesus.